അല്ല, അങ്ങനെ പറയുമ്പോൾ അജീംസ് പറയുമ്പോൾ അതിനകത്ത് കള്ളവോട്ടിന്റെ ഒരു എന്താ പറയുക, ഒരു ദുരവസ്ഥ അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ എന്നുള്ള ഒരു ഇതുണ്ട്. അല്ല, ഞങ്ങൾ ചെയ്യാറായിട്ടുള്ളത് അങ്ങനെ അറിയില്ലല്ലോ. ഞങ്ങൾക്ക് അതിന്റെ ദുരനുഭവം ഉള്ളതായിട്ടാണ് അങ്ങയുടെ സ്റ്റേറ്റ്മെന്റിലുള്ള വരുന്നത്. പക്ഷെ അത്രയും ഉണ്ടായിട്ട് പോലും ഈ കഴിഞ്ഞ കൗൺസില് എത്ര സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണ് നിന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം അതിനേക്കാൾ വലിയ രാഷ്ട്രീയ സാഹചര്യം ഇന്നുണ്ട്. ഇന്ന് കേരളത്തിൽ മുഴുവൻ CPM ഇന്ന് പ്രതിസന്ധിയിലായിട്ട് നിൽക്കുന്ന, പ്രതിരോധത്തിലായിട്ട് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ CPMന്റെ ഏറ്റവും മുതിർന്ന 2 നേതാക്കന്മാർ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ജയിലിലായിരിക്കുകയാണ്. 2 മുതിർന്ന നേതാക്കന്മാർ. വാസു ഉദ്യോഗസ്ഥനല്ല, CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. PK ഗുരുദാസൻ മന്ത്രിയായിരിക്കും, അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അജിംസ് ഉൾപ്പെടെ മറ്റുള്ളവർക്കെല്ലാം അറിയാം CPM എങ്ങനെയാണ് മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരെ തീരുമാനിക്കുക. അപ്പോൾ ഏറ്റവും മുതിർന്ന 2 നേതാക്കന്മാർ ഇന്ന് ശബരിമല കൊള്ളയിലകത്താണ്. ഒരു ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യാൻ പോവുകയാണ്. ഒരു സംശയവും വേണ്ട, അദ്ദേഹവും ആ വഴിക്ക് തന്നെയാണ്. 3ാമത്തെ ചെസ് നമ്പറായിട്ട് PS പ്രശാന്ത് നിൽക്കുന്നുണ്ട്, അദ്ദേഹവും പോവും. അവരെല്ലാവരും പോയി കഴിയുമ്പോൾ ഈ നാട്ടിൽ നടത്തിയിട്ടുള്ള അഴിമതിയും കൊള്ളയും ഉൾപ്പെടെയുള്ള മുഴുവൻ രാഷ്ട്രീയ സാഹചര്യം ഇന്ന് CPMനെതിരായിട്ട് നിൽക്കുകയാണ്. CPM പ്രതിരോധത്തിലാണ്. അത് ജനങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുന്ന സ്ഥലത്ത് അത് CPMനെതിരായിട്ടുള്ള വോട്ട് കൂടിയായിട്ട് മാറും. അത് കോൺഗ്രസിന് അനുകൂലമായിട്ട് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. മാത്രമല്ല 10 വർഷം ഭരിച്ച നഗരസഭ അമ്പേ പരാജയപ്പെട്ടൊരു നഗരസഭയാണ്. ഇപ്പോൾ 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടു, അരമണിക്കൂർ മഴ പെയ്തപ്പോൾ എറണാകുളം നഗരം മുഴുവൻ വെള്ളക്കെട്ടിലായി. അരമണിക്കൂർ മഴ പെയ്തപ്പോഴത്തേക്ക്. ഇന്ന് കൊച്ചിൻ കോർപ്പറേഷൻ ഇപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് പറയുന്ന നേട്ടങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ UDFന്റെ സമയത്ത് ടോണി ചമ്മണി മേയറായിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കി വെച്ചതാണ്. സ്മാർട്ട് സിറ്റി കോർപ്പറേഷൻ, സ്മാർട്ട് സിറ്റി മിഷൻ, സ്മാർട്ട് മിഷൻ അതിനകത്ത് വന്ന് നമ്മൾ ഇന്ത്യയിൽ കേന്ദ്ര പദ്ധതിയല്ല, ഇന്ത്യയിൽ 5ാം സ്ഥാനത്തേക്ക്. അത് കാരണം എങ്ങനെയായിരുന്നു, ഒരു മത്സരാധിഷ്ഠിത ഒരു ഇതിലൂടെ നമ്മൾ ബ്ലൂംബർഗ് എന്ന് പറഞ്ഞ ഏജൻസി നടത്തിയ സർവേയിൽ നമ്മൾ നടത്തിയ മത്സരത്തിന്റെ ഭാഗമായിട്ട് ഏകദേശം ഇന്ത്യയിലുള്ള മുഴുവൻ നഗരങ്ങളിൽ 5ാം സ്ഥാനത്ത് കൊച്ചി വന്നതിന് ശേഷം 2000 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെ നമ്മൾ കൊടുത്തത് അതിൽ നിന്ന് വന്നിരിക്കുന്ന പണമാണ്. ആ പണം വെച്ചിട്ടാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം അല്ലെങ്കിൽ 10 വർഷക്കാലം ഈ ഇവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ പറയുന്നത്. അപ്പോൾ അതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇവിടെ ബ്രഹ്മപുരം ഉണ്ടായ സംഭവം നമുക്കറിയാം. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഏറ്റവും വലിയ പരാജയമായിട്ട് കൊച്ചിൻ കോർപ്പറേഷൻ മാറുന്നു. വെള്ളക്കെട്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു. അങ്ങനെ ഒട്ടേറെ രീതിയിൽ മനുഷ്യരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയങ്ങളെല്ലാം പരാജയപ്പെട്ട ഒരു കോർപ്പറേഷൻ ഭരണകൂടം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന തലത്തിലുള്ള രാഷ്ട്രീയവും അതുപോലെ തന്നെ പ്രാദേശിക രാഷ്ട്രീയവും എല്ലാം വികസനവും എല്ലാം ചർച്ച ചെയ്യപ്പെടും. അതിനകത്ത് മേൽക്കൈ കോൺഗ്രസിന്.